കോൺഗ്രസിന്റെ നേതാവിന് അക്കാര്യത്തിൽ കാര്യമായ ഒരു തെറ്റിദ്ധാരണ സംഭവിച്ചിട്ടുണ്ട്. 1 രൂപ കൊടുത്തിട്ടില്ലെന്നാണ് അവർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. സമാശ്വാസ തുകയായിട്ടുള്ള 2 ലക്ഷം രൂപ ഇതിനോടകം കേരളത്തിലെ സർക്കാർ കൊടുത്തിട്ടുണ്ട്. ബില്ലോ ഇവരാണ് ബില്ലാതനോ? ബില്ലൊന്നും വാങ്ങിക്കാറില്ല. നമ്മള് പതിവുകാരായതുകൊണ്ട് വായിൽ എഴുതി കൂട്ടും. അത് കിട്ടിയിരുന്നു അല്ലേ? എവിടെയാണ് ആ സർക്കാർ തന്നത്? അല്ല, ഒരു അബദ്ധം പറ്റിയതാ. കളിക്കല്ലേ. സാറിനെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. പറഞ്ഞേ. 2 ലക്ഷം പ്രഖ്യാപനം മാത്രമേ നടന്നുള്ളൂ. ഞാൻ എന്താ അതിൽ ചെയ്യാൻ പറ്റുക? ഇതിപ്പോ എനിക്ക് ആരോടെങ്കിലും പറയാൻ പറ്റൂ? വരുന്നിടത്ത് കാണാം, അത്രയല്ലേ, മറ്റൊന്നും പറയാൻ പറ്റൂല. ആ 2 ലക്ഷം നമുക്ക് പിന്നെ പരിഹാരമല്ലാത്തത് കൊണ്ട് വാങ്ങിയിട്ടില്ല. നിങ്ങളെ വൈഫിനാണ് സംഭവിച്ചെങ്കിൽ ആ 2 ലക്ഷം വാങ്ങിയിട്ട് നിങ്ങൾ സോൾവ് ആക്കി വിടും. അതല്ല ഉദ്ദേശം. 5 വർഷം അനൗൺസ് ചെയ്ത് നിങ്ങൾ വാങ്ങിച്ചില്ല. അനൗൺസ്മെന്റ് നമ്മളോടുള്ള അവഗണന അപമാനിക്കുക ചെയ്ത് ആ 2 ലക്ഷം. ഈ ഒറ്റൊരുത്തം കാരണം മാനവ മര്യാദയ്ക്ക് ജീവിക്കുന്ന എനിക്ക് മനസമാധാനത്തോടെ വഴി നടക്കാൻ പറ്റാണ്ടായി. എന്തിനാണ് ആളുകളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കണേ? ഒരു മനുഷ്യൻ ഏറ്റവും നല്ല യൗവന സമയത്ത് 25-ാമത്തെ വയസ്സിലാണ് ഈ ഒരു ഫോർസെപ്സ് എന്റെ വയറിലിടുന്നത്. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. നടത്തിയ ചികിത്സകൾക്കും ലക്ഷങ്ങൾ 10-20 ലക്ഷത്തിന്റെ മുകളിൽ ലക്ഷങ്ങൾ ഞങ്ങളെ കയ്യിൽ കണക്കുണ്ട്. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. അത് പുറത്തെടുത്തിട്ടും ഇന്നും ഞാൻ ചികിത്സയില്ല. അതിനുശേഷം വീണ്ടും ഒരു സർജറി അത് ചെയ്തു. ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. അത് കൊള്ളാം. ചില്ലും കൂട്ടിലാക്കി മുമ്പിൽ ഒരു നേർച്ചപ്പെട്ടിയും വെച്ച ബാക്കിയുള്ളവന് ചെലവിന് കാശും കിട്ടും. ആ ഒരു സർജറിക്ക് പോലും അപ്പോഴേക്കും ഞങ്ങളെ സാമ്പത്തിക അവസ്ഥ അത്രയും പരിതാപകരമായ അവസ്ഥയിലെത്തിയിട്ട് ക്രൗഡ് ഫണ്ടിങ് നടത്തിയിട്ടാണ് ആ ഒരു ലാസ്റ്റ് സർജറി നടത്തിയിട്ടുള്ളത്. ഇതൊക്കെ വല്ല കേസാണ് സാറേ? സാർ, ഇതൊന്നും കേസല്ല രാജമണി പറയുന്നത്. സമയത്തും നമ്മൾ പറഞ്ഞു ഞങ്ങൾക്കൊരു ചികിത്സാ സഹായമെങ്കിലും വേണം. ഒരു തരത്തിലും ഒരു മൈൻഡ് ചെയ്തില്ല. എനിക്ക് ഇനി തൂറാനുള്ള സമയം കിട്ടുമോ എന്തോ. 2 ലക്ഷം രൂപ നമുക്ക് ഒരു തരത്തിലും പര്യാപ്തമല്ല. കാരണം നമ്മൾ ആ 2 ലക്ഷം വാങ്ങിയിരുന്നെങ്കിൽ അതോടെ തീരുമായിരുന്നു ഗവൺമെന്റിന് ഉത്തരവാദിത്വം. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി, മാറ്റിക്കോളാം. ആരോഗ്യമന്ത്രി പിന്നെ സമരപ്പന്തലിൽ വന്നു എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അത് വലിയ ക്രെഡിറ്റ് ആയിട്ടൊന്നും എടുക്കുക പറയാനുണ്ടായില്ല. അവൻ എന്തിനുള്ള പുറപ്പാടാണെന്ന് മനസ്സിലാവുന്നില്ല. മുനിസിപ്പാലിറ്റിന്റെ കെട്ടിട ഉദ്ഘാടനത്തിന്, പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിന് വരേണ്ടി വന്നപ്പോ നിവൃത്തികേടുകൊണ്ട് വരേണ്ടി വന്നത് മേലാൽ ഇങ്ങനൊന്നും ചെയ്യില്ല. 5-6 അബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റേ. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നു, ഇതിപ്പം രാഷ്ട്രീയമില്ല. അല്ല, കോടിയിൽ ഒന്നാണെങ്കിലും ഉപാധിരഹിതമായിട്ട് ഇവരോടൊപ്പമാണ്. ആ സർക്കാർ ഹോസ്പിറ്റലിൽ നിന്ന് എടുത്ത കത്രിക എടുത്തത് പിന്നെ പോയി കോടതി തെളിയിക്കുക എന്ന് പറയുമ്പോൾ അത് കോടതി തെളിഞ്ഞ കാര്യം പിന്നെ വീണ്ടും കോടതി തെളിയിച്ച് നമ്മളെ വീണ്ടും ദുരിതത്തിലാക്കുകയാണ്. സന്തോഷായി, നല്ല സന്തോഷമായി. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, പോയിട്ട് രാവിലെ വരാം.